വെല്ലുവിളികളാണ് ജീവിതത്തെ ആവേശപൂർണ്ണമാക്കുന്നത്. ആ വെല്ലുവിളികളെ മറികടക്കുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണ്ണമാകുന്നത്. ഒഴുകുന്ന ജലവും പാറയും പലപ്പോഴും ഏറ്റുമുട്ടും. ജയിക്കുന്നതെപ്പോഴും ജലമായിരിക്കും. അതിന് ശക്തി കൊണ്ടല്ല, നിർത്താതെയുള്ള പരിശ്രമത്താൽ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? തെറ്റുകൾ ചെയ്യുന്നവരല്ല, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരാണ് പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നത്. നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ആർക്കൊക്കെയോ വേണ്ടി മനസ്സില്ലാ മനസ്സോടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താനും ആളുണ്ടാവും. പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും. തോൽക്കാൻ തയ്യാറായാൽ മരണം വരെ തോൽക്കാൻ മാത്രമേ സമയം കാണൂ. ഏതു സാഹചര്യത്തിലും മുന്നോട്ടു പോകാൻ തയ്യാറായി ഇറങ്ങൂ. എന്നാൽ നിങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കാം. ഇഷ്ടമില്ലാത്തവരുടെ അടുത്ത് സ്നേഹമോ പ്രീതിയോ സമ്പാദിക്കാൻ ശ്രമിക്കരുത്. കാരണം അത് അഭിമാനം പണയം വെക്കുന്നതിന് തുല്യമാണ്. ഇഷ്ടക്കേടും പൊരുത്തക്കേടും ഉള്ളവരുമായി സഹകരിക്കരുത്. കാരണം അത് വേദനയെ സമ്മാനിക്കും. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കരുത്. കാരണം അവിടെ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വിലയുണ്ടാവില്ല. അപമാനിച്ചവരെ കൊണ്ട് തന്നെ അഭിമാനം എന്ന് പറയിപ്പിക്കണം. അഹങ്കാരം എന്ന് അടിച്ചമർത്തിയവർക്ക് മുമ്പിൽ അതിഗംഭീരമായി തലയുയർത്തി നിൽക്കണം. കയ്യോങ്ങി വന്നവരെ കൊണ്ട് തന്നെ കൈയടിപ്പിക്കണം.